അപ്പൊ മോനെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ 50 ഇൻസ്റ്റാഗ്രാം മോഡൽസിന് മെസ്സേജ് അയക്കാൻ പോവാണ് അവരോട് ഫ്രീ സബ്സ്ക്രിപ്ഷൻ ചോദിച്ചിട്ട്. അപ്പൊ ഈ ഫ്രീ സബ്സ്ക്രിപ്ഷൻ എങ്ങനെ കിട്ടണമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്. അതായത് ഈ ക്രിയേറ്റേഴ്സിന് ഓഡിയൻസിന് സബ്സ്ക്രിപ്ഷൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് എല്ലാ കൺട്രീസിലും ഇല്ല, പക്ഷേ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ടെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ആ ഫീച്ചർ വഴി അവർ ഗിഫ്റ്റ് ചെയ്യുമോ നോക്കാൻ വേണ്ടി നമുക്ക് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്നേക്കൊരു പൊടി. അപ്പോൾ മോനെ ഈ ടെക്സ്റ്റ് മെസ്സേജും ഈ കമൻറ്റുകളും ഞാൻ അയക്കാമെന്ന് വിചാരിച്ച് നിൽക്കണേ. ഇതിലെ ടെക്സ്റ്റ് മെസ്സേജ് ഞാൻ തന്നെ ടൈപ്പ് ചെയ്തതാണ് ബൈ ഓൺ വേർഡ്സ്. പിന്നെ ഈ കമൻറ്റ് ഞാൻ ChatGPT-യിലിട്ട് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയിട്ടാണ് സാധനം ഇട്ടേക്കുന്നത്. അപ്പോൾ കുറച്ച് സാധനം പ്രൊഫഷണലാണ്, ലൈക്ക് നമ്മൾ പെർവെർട്ടാന്ന് തോന്നാൻ പാടില്ലല്ലോ. അപ്പോൾ കുറച്ച് നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ ഇത് നമുക്ക് അയച്ച് നോക്കി നോക്കാം. അയച്ച് നോക്കിയിട്ട് കുറച്ച് ദിവസം നോക്കാം. അവർ സെലിബ്രിറ്റീസ് ആണല്ലോ. ഫസ്റ്റ് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നോക്കാൻ ചാൻസ് ഇല്ല, കാരണം കുറേ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടാവും. സെലിബ്രിറ്റീസ് ആണ്, ലേഡീസും ആണ്. ലേഡീസിന് ഒന്നാമത് 100-300 റിക്വസ്റ്റും കുറേ സാധനമൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് അയച്ചിട്ട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ സാധനം അയച്ച് തുടങ്ങി നോക്കി നോക്കാം. റിപ്ലൈ കിട്ടുമെന്ന് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്നിട്ട് നോക്കാം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ആദ്യം ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം, പിന്നെ ലാസ്റ്റ് കമൻറ്റ് ഇടാം. അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ മോനെ ഫസ്റ്റ് സ്റ്റോറീസ് ഓഫ് സാറ, ശരണ്യ സന്തോഷ്. ഇത് കണ്ടിട്ട് മലയാളിയാന്ന് തോന്നിട്ട് കേട്ടോ. അയച്ചു നോക്കാം, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ. ഓക്കെ, ഒരെണ്ണം അയച്ചിട്ടുണ്ട്. എഫ്റ്റിയാന, അനുപമ രമേശൻ, വീണ്ടും മലയാളി. ഓക്കെ, സെറ്റ്. സീൻ ജസ്റ്റ് നവ്വ ബ്രോ, കയ്യോടെ തൂക്കിയ. ചിലപ്പോൾ അതെന്തെങ്കിലും ഗ്ലിച്ചാവും, എനിക്ക് തോന്നുന്നില്ല. അയച്ചപ്പോ തന്നെ സീനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ ഇത്? അല്ലെങ്കിൽ വല്ല ബോട്ടാവും ഇനി. എന്തേലും ആവട്ടെ. അടുത്തത് ദ ഫേമസ്, എല്ലാവർക്കും അറിയാം. ആളറിയാത്തവരധികം പേരുണ്ടാവില്ല. തുമ്പി ഫെയിമാണ്. ഇടയ്ക്കിടയ്ക്ക് നീലക്കോയിലും മറ്റേ മീഡിയ ചാനലിലൊക്കെ വീഡിയോ കാണാറുള്ള ഡ്രീമർ. സത്യം പറയാലോ, ഇത് അക്കൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ കുറച്ച് മണിക്കൂർ ഇരിക്കേണ്ടി വന്നു. അതിൻ്റെ ഇടയിൽ 4 വട്ടം എൻ്റെ കണ്ണ് നരകത്തിൽ പോയി. ദൈവമേ, നരകത്തിൽ പോവും. നമ്മളെല്ലാവരും നരകത്തിൽ പോവും, ഉറപ്പായിട്ട് നരകത്തിൽ പോവും. നമുക്ക് ഹിന്ദിയിൽ ഒരു ഓഡിയോ കാച്ചാം. തെറ്റി. ഹിന്ദിയിൽ ഇപ്പൊ എങ്ങനെ പറയാ? വലിയ ഫാനാണ്, മുझको एक ഫ്രീ സബ്സ്ക്രിപ്ഷൻ दीजिए, അങ്ങനെ സാധനം പഠിക്കാം. मैम तुम्हारे बहुत बड़ा फैन है, मुझको एक ഫ്രീ സബ്സ്ക്രിപ്ഷൻ दीजिए. ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇത് ആൾ കേട്ടിട്ട് ഒരു 4 വട്ടം കേട്ടിട്ട് ചിരിച്ചു വിടും. എങ്ങാനും സബ്സ്ക്രിപ്ഷൻ തന്നാലോ, എൻ്റെ ഒരു നിഷ്കളങ്കത കേട്ടിട്ട്. ഏഞ്ചൽ ചെരാടായി. ഇത് ഇങ്ങനത്തെ കമന്റിൽ നോക്കിയ കോഴികളുടെ ഒരു പെരുമഴ കാണാട്ടാ. കോഴിയല്ല, സിമ്പ്. കോഴികൾക്ക് എന്ന് പറഞ്ഞാൽ കോഴികൾക്ക് അപമാനാണ്. സിമ്പ് എക്കണോമിയിൽ ജീവിക്കുന്ന ആൾക്കാരാ ശരി. പിന്നെ വേറെ സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടാ, ഈ പെൺപിള്ളേരെ പോസ്റ്റിന് സോ ബ്യൂട്ടിഫുൾ, സോ ക്യൂട്ട്, യു ലുക്ക് സോ പ്രിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പെൺപിള്ളേര് കമന്റ് ഇടും. ഏതെങ്കിലും ആണുങ്ങളുടെ ഇതിൽ കമന്റ് ഇടുന്നുണ്ട്. അതിൽ കൂട്ടുകാരിടും, ലവ് ഇടും, ഹാർട്ട് ഇടും, ലൈക്ക് അത്രയാ. പിന്നെ ഓവർലി ഗ്ലേസ് ചെയ്യല്ലേ. പക്ഷെ ഗേൾസിനെ നന്നായി ഗ്ലേസ് ചെയ്യും. പൂജ AWWW ലുക്കിംഗ് ഗോർജിയസ്. കണ്ട പെൺപിള്ളേര് കമന്റ് ബോക്സിൽ നോക്കിയ പെൺപിള്ളേര് എന്തായാലും ഉണ്ടാവും. Hi, this is Pooja and today I'm ending a toxic relationship. Yes, you heard that right. Today I'm breaking up with my bra. आप लोगों को क्या लगता है? ഞാൻ വിചാരിച്ചു लोग toxic हो सकते हैं? No bro, my bra is even more toxic than humans. Always speaking out, adjusting all the time, no freedom. അതല്ല പരസ്യം. ഞാൻ ഇപ്പൊ അതൊക്കെ കാണുന്നു. ഖുഷി യാദവ്, ഹിന്ദിക്കാരിയാ ഉറപ്പാണ്. ആഞ്ജനേയ ഓടിയേക്കാൻ പറ്റുന്ന നോട്ടാ. खुशी मैम तुम्हारी बहुत बड़ा फैन हो, मुझको एक फ्री सब्सक्रिप्शन गिफ्ट कर दीजिए प्लीज. ഓ
എന്തൊരു നിഷ്കളങ്കത, എന്തൊരു ചൈതന്യം. ഖുഷി യാദവ് മിക്കത് കേട്ടിട്ട് കരയും. ഭവിക കതരിയ ഏതാ ഭാഷയാണാവോ, തമ്പുരാനറിയാം. പേടിയാണ്, പേടിയാ. ഇത് കഴിഞ്ഞ് അമ്പലത്തിലൊന്ന് പോണം. എന്റെ പാപങ്ങൾ എനിക്ക് കഴുകിക്കളയണം. ഞാൻ ജസ്റ്റ് അക്കൗണ്ട് എടുത്ത് നോക്കുക, സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ നോക്കുക, സേവ് ചെയ്യുക, അങ്ങനെ ചെയ്തേക്കണം. അക്കൗണ്ട് ഞാൻ കാര്യമായിട്ട് അങ്ങനെ നോക്കിയില്ല. അപ്പൊ ബൈ ദ വേ, മൈ ഗോഡ് ബ്രോ, ഇറ്റ്സ് പ്രിയാസ് വേൾഡ്. പ്രൗഡ് ഡോഗ് മമ്മി. അൺഫിൽറ്റേർഡ്. എന്താ ഞാനീ കാണുന്നത്? ഭർത്താവൊക്കെ ഉണ്ട് കേട്ടാ, കുടുംബസ്നേഹിയ. അന്ന സ്പീക്സ് ടെക്സ്റ്റ്. ഈ അന്നാരാജൻ എന്ന് പറയുമ്പോ, ഓ മൈ ഗോഡ്, ഇത് മറ്റേ നടി. ഇത് വേണ്ട. ഞാൻ സബ്സ്ക്രിപ്ഷൻ കണ്ടപ്പോ അങ്ങ് സേവ് ചെയ്തങ്ങ് വെച്ചു. ഇത് വേണ്ട. ഇത് മറ്റേ അങ്കമാലി ഡയറീസിലത്തെ നടി, എല്ലാവർക്കും അറിയാലോ, ലിച്ചി. അടുത്തത് വാൻഷിക അല്ലേ, ഇതിലെടുത്ത് നോക്കണം. ഞാൻ അതെടുത്ത് നോക്കാത്ത, മാക്സിമം നമ്മളെ മെസ്സേജ് അയച്ചിങ്ങനെ. ഈ ചേച്ചീനെ മലയാളികൾ മിക്കതും കണ്ടിട്ടുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബില് നമ്മുടെ ഫീഡിലേക്ക് തള്ളി വരും. അപ്പൊ നമ്മൾ തള്ളി പുറത്ത് കളയും. ഈ ഒരു സമയത്ത് ഈ പെണ്ണിനെ കുറെ ട്രോളൊക്കെ ഉണ്ടായിരുന്നു. ഏതൊരു പേജ് ട്രോൾ എന്തോ ചെയ്യണുണ്ട് ഈ പെണ്ണിനെ. ജാനകി സുധീർ, ആളെ ഞാൻ എവിടെയോ കണ്ട് പരിചയമുണ്ട്, പക്ഷെ എവിടെയാന്ന് എനിക്കറിയില്ല. ബിഗ് ബോസ് സീസൺ 4 വെറുതെ അല്ല, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഉപ്പുക്കോയനായിട്ടുള്ള കുട്ടിയാ. அக்கா, நான் கேரளாவிலிருந்து உங்களுடைய பெரிய ஃபேனு. எனக்கு உங்களுடைய படம், உங்களுடைய கண்டென்ட்ஸ் ഒക്കെ ரொம்ப பிடிச்சது. எனக்கு சப்ஸ்கிரிப்ஷன் ஃப்ரீயா கொடுத்துருங்க ദയവ് സെഞ്ച് പ്ലീസ് അക്ക. നിഷ്കളങ്കമായ ഓഡിയോ, കരളിലിരിക്കുന്ന ഓഡിയോ. കൊക്കാനക അതെന്ത് പേരാ? കൊക്കാനക. ലില്ലി ഹാർട്സ് സെൻഡ്. ഹായ്, താങ്ക് യു ഫോർ യുവർ മെസ്സേജ്, വെൽക്കം ടു ദ ബിസിനസ് ലിങ്ക്. ബോട്ടിനെ വെച്ചേക്കുന്നതാ. ഞാൻ എക്സൈറ്റഡ് ആയി. ഇനി എങ്ങാനും നമുക്ക് റിപ്ലൈ കിട്ടി, സബ്സ്ക്രിപ്ഷൻ കിട്ടിയാലോ. മനുഷ്യനെ പ്രാങ്ക് ആക്കാനായിട്ട് ഓരോ സാധനങ്ങള്. കുഴപ്പമില്ല, പോട്ടെ. ഞങ്ങാനും ചിലപ്പോ ഹാപ്പി ഷോപ്പിംഗ്. ഞാനൊന്നും വാങ്ങാൻ വന്നതല്ല, എനിക്ക് സബ്സ്ക്രിപ്ഷൻ തന്നാ മതി. അത് തന്നാ സന്തോഷമായിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് പൊക്കോണ്ട്, പ്ലീസ്. അടാ, ഈ മറ്റേ 10-300 പെമ്പിള്ളേർക്കൊക്കെ മെസ്സേജ് അയക്കണ സമ്മതിക്കണം സ്റ്റാർ. ഇങ്ങനെ പറ്റണത് 2 അയച്ചപ്പോഴേക്ക് എനിക്ക് മടുത്തു. ചിലവരുടെ ഇത് കാണണം സ്റ്റാർ, അവരുടെ ഫോളോ ലിസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം. ആമി നായർ, എവിടെ മെസ്സേജ് ചെയ്യാനുള്ള ബട്ടൺ എവിടെ? ഓക്കെ, ഞാൻ ഫോണിൽ അയച്ചു നോക്കാം. അടുത്തത് ദ വൺ ആൻഡ് ഓൺലി, ഇന്ത്യസ് ഫേമസ്. ഇടയ്ക്കിടയ്ക്ക് സ്വന്തം മരണം സ്വന്തമായിട്ട് ഡിക്ലെയർ ചെയ്ത് ആൾക്കാരെ പറ്റിച്ച് അറ്റൻഷൻ വാങ്ങുന്ന ദ വൺ ആൻഡ് ഓൺലി പൂനം. ആളറിയാത്തവര് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഭയങ്കര മാർക്കറ്റിംഗ് ക്വീൻ അല്ലേ? അയച്ച എന്റെ കൈ കഴിച്ചു. സുഭാഷ സുഭാഷ് ലൈഫ്. ഓക്കെ, ഞാൻ സുഭാഷ് എന്ന് കഴിച്ചത്. പ്രിയങ്ക രാജ്. ഇതൊക്കെ ഏത് ട്രാൻസ്ലേഷൻ? സിയ.
മലയാള സൂപ്പർ സുന്ദരി പോലെ ഒരു ഹായ് തരുമോ ആശയ ഗേൾസ് സപ്പോർട്ടിങ് ഗേൾസ്. ഇക്കാലത്തൊക്കെ ഈ ടൈപ്പ് റീൽ ആരെങ്കിലും ചെയ്യും. ഓക്കെ, വിദ്യാശക്തിവേൽ വീണ്ടും തമിഴ്നാട് ഓൺ ചാറ്റ്. മൂന്നാമത്തെ കണ്ടെന്നു ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ തമിഴ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഏത് പാലസ്? ആ മറ്റേ പൈൻ ഫോറസ്റ്റ്. ഞാൻ പാലസ് എന്നാ കേട്ടത്. തുറന്നു നോക്കണം. കൊള്ളാം കേട്ടാ, കൊള്ളാം. സാറാ കേടാരെ എന്ത് കേടാണ്? ആള് ജെൻസി പ്രൊട്ടസ്റ്റിനൊക്കെ പോയിണ്ടായിരുന്നു കേട്ടോ. ജലസ് എന്തിന് ജലസ്? 200K ഉള്ളതുകൊണ്ട് ഒരു ജലസ് ഉണ്ട്, അല്ലാണ്ട് വേറെ ജലസ് ഒന്നുമില്ല. ജലസ് കീപ് സ്റ്റോക്കിംഗ് മീ മോർ. പിന്നെ വേറെ പണിയിട്ടാണ്ടിരിക്കല്ലേ, ഒരു മെസ്സേജ് അയച്ചിട്ട് അങ്ങ് പോവാ. മഞ്ജു രമേഷ് ബാബു. തമിഴാണ് തോന്നുന്നു. ട്രാൻസിഷൻ തമിഴ്. ആമി മരിയ സേവിയറിനെ അയച്ചിട്ടില്ലേ? കൊള്ളാം കേട്ടാ. മറ്റുള്ള മോഡൽസിനും അല്ല, ഇതിന്റെ എസ്തെറ്റിക്സ് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. വണ്ണനുള്ളി അഞ്ജന മോഹൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടെ ഇവിടേക്ക് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. സിനിമയിലും ഇതിലൊക്കെ ഉണ്ട്, പിന്നെ ചില സീരീസുകളിലും ഉണ്ട്. അയച്ചിട്ടുണ്ട്. അപ്പൊ മോനെ 50 പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ 50 പേർക്ക് തന്നെ കമന്റ്, ഇനി എങ്ങനെ മെസ്സേജ് ഇവർക്ക് കുറെ റിക്വസ്റ്റും മെസ്സേജും വരുമല്ലോ. അപ്പോൾ മെസ്സേജ് മാത്രം അയച്ചിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ നമുക്ക് കമന്റും കൂടി ഇട്ടാക്കാം. ചിലപ്പോൾ കമന്റിന് റിപ്ലൈ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 50 പേർക്ക് ഞാൻ കമന്റും കൂടി ഇടാം. മിക്കതും ഇന്ന് വൈകുന്നേരം ഞാൻ എന്താ സ്വപ്നം കണ്ട് കിടക്കുന്ന എനിക്കറിയില്ല. കാരണം ഇത് മെസ്സേജ് അയച്ച എന്റെ ഊപ്പാട്ട് അടക്കി. ഇനി കമന്റും കൂടി ഇടണം. എന്താ പറ്റുന്ന ദൈവത്തിന് അറിയണം. എന്തായാലും ഞാൻ നരകത്തിൽ പോവും, ആ കാര്യം ഉറപ്പാണ്. അപ്പൊ മോനെ മെസ്സേജുകൾ അയച്ചിട്ട് ഏകദേശം ഒരാഴ്ച ആയിട്ടുണ്ട്, മെസ്സേജും കമന്റും ഇട്ടിട്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം വല്ല റിപ്ലൈ വല്ലതും വന്നിട്ടോന്ന്. മെസ്സേജ് ഒറ്റ റിപ്ലൈ പോലും വന്നിട്ടില്ല. ഞാൻ നേരത്തെ നോക്കിയായിരുന്നു. അപ്പോൾ മെസ്സേജ് ഒറ്റ റിപ്ലൈ പോലും വന്നിട്ടില്ല, ലൈക്ക് സീനായിട്ടില്ല. ബട്ട് കമന്റ്സിൽ എന്തൊക്കെയോ അനക്കുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് നോക്കണേ, ഞാൻ നോക്കിയിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം. നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ വേറെ ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ ക്രിയേറ്റേഴ്സ് അധികം ലൈക്ക് ചെയ്തില്ല. കണ്ട, ഇതൊക്കെ വേറെ ആൾക്കാർ നമ്മുടെ കമന്റിന് കണ്ട ലൈക്ക് ചെയ്തിട്ടുള്ള ഇതാണ്. ആ കൂടി 2 ക്രിയേറ്റേഴ്സാണ് നമുക്ക് കമന്റിന് ലൈക്ക് ചെയ്തേക്കുന്നത്. ബാക്കി ആരും റിപ്ലൈയും തന്നിട്ടില്ല. ഇപ്പൊ ഈ തുമ്പീസ് പേഴ്സണൽ എന്ന് പറഞ്ഞ ഒഫീഷ്യൽ അക്കൗണ്ടാണ് തുമ്പിയുടെ, അത് ലൈക്ക് തന്നിട്ടുണ്ട് കമന്റിന്. ഇതിൽ കാണില്ല, ഫോണിൽ കാണും. ലൈക്ക് തന്നിട്ടുണ്ട് കമന്റിന്, കണ്ടിട്ടുണ്ട്, ആള് കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് സബ്സ്ക്രിപ്ഷൻ തന്നില്ല. സാരില്ല, നമ്മൾ ട്രൈ ചെയ്തു, പരമാവധി നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അലീന റേ, ഏത് ഒഫീഷ്യൽ അക്കൗണ്ടാണ്. അലീന റേയും റിപ്ലൈ അല്ല, അലീന റേയും കമന്റിന് ലൈക്ക് തന്നിട്ടുണ്ട്. അതാണ് 2 ക്രിയേറ്റേഴ്സ്. നമ്മുടെ കമന്റ് കണ്ടിട്ടുണ്ട്, പക്ഷെ അവര് തന്നില്ല. അവര് തന്നിരുന്നെങ്കിൽ സീനായാണ്. അപ്പൊ ഇതായിരുന്നു എൻ്റെ റിസൾട്ട്. ഈ വീഡിയോ എത്ര ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം.